ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ രാവിലെ വയറ് നിറയെ ഭക്ഷണം, ഉച്ചയ്ക്ക് അത്യാവശ്യം ഭക്ഷണം, രാത്രി ഏറ്റവും മിനിമം ഭക്ഷണം എന്നുള്ളതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാൽ നമ്മൾ മലയാളികളുടെ നോർമലായിട്ടുള്ളൊരു ഭക്ഷണക്രമം എങ്ങനെയാണ്? രാവിലെ തിരക്കിട്ട് രാവിലെ ചിലപ്പോൾ ഒന്നും കഴിക്കാതെ പോവും, എന്തെങ്കിലും കഴിച്ചു എന്ന് വരുത്തിയാലായി ഉച്ചയ്ക്ക് അത്യാവശ്യം നമ്മൾ കൊണ്ടുപോകുന്നതോ ഇല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്നോ അത്യാവശ്യം മേടിച്ച് കഴിക്കും. രാത്രിയാണ് നമ്മൾ വീട്ടിൽ വന്ന് റിലാക്സായി എല്ലാ ജോലിയും കഴിഞ്ഞ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതും ഇല്ലേ? നമ്മളെല്ലാം ശീലിച്ചു വന്നതും നമ്മുടെ കുട്ടികളെയും നമ്മൾ ശീലിപ്പിച്ചു കൊണ്ട് വരുന്നതും ഈ ഒരു രീതിക്ക് തന്നെയാണ്. ഈ ഒരു ഭക്ഷണ രീതി നമ്മൾ മാത്രമല്ല, നമ്മുടെ സമൂഹവും ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പല ഹോട്ടലുകളും വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം ആക്റ്റീവ് ആകും. രാത്രി 11-12 മണി കഴിയും ഇതെല്ലാം ക്ലോസ് ചെയ്യാനായിട്ട്. രാത്രി പലപ്പോഴും ലേറ്റായിട്ട് വയറ് നിറയെ ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരു ശീലം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭക്ഷണ രീതി നമ്മുടെ ശരീരത്തിന് വളരെ അപകടകരവുമാണ്. ഞാൻ ഇതിനു മുൻപുള്ള എൻ്റെ വീഡിയോ ചിത്രങ്ങളിൽ രാത്രിയുള്ള ഭക്ഷണം പരമാവധി ലൈറ്റ് ആക്കണമെന്നും രാത്രി ഒരു 7 മണിക്ക് മുൻപ് ഭക്ഷണം അവസാനിപ്പിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും ഫുഡ് കഴിക്കുന്ന ടൈമിംഗ് 7 എന്നുള്ളത് പലപ്പോഴും 8 മണിയോ 8:30 ഒക്കെ ആയി പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ എത്ര ലിമിറ്റഡ് ആയിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നാലും ചില ഇനം ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു പോകും. ഇത്തരത്തിൽ നമ്മൾ രാത്രി പലപ്പോഴും കോമൺ ആയിട്ട് കഴിക്കുന്ന എന്നാൽ നമ്മുടെ ശരീരത്തിന് അപകടകരമാകുന്ന ചില ഇനം ഫുഡുകൾ ഞാൻ വിശദീകരിക്കാം. ഈ ഭക്ഷണങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ രാത്രി ഒഴിവാക്കുക. എപ്പോഴും നല്ലത് നമ്മുടെ സൂര്യൻ അസ്തമിച്ച് ഒരു അരമണിക്കൂറിനകത്ത്, അതായത് പരമാവധി 7 മണിക്ക് മുൻപ് ഫുഡ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഫുഡ് കഴിച്ച് നമ്മുടെ ആമാശയത്തിൽ അത് ദഹിച്ച് അവിടെ നിന്ന് അത് ചെറുകുടലിലേക്ക് മൂവ് ചെയ്യുന്ന സമയം നമ്മൾ കൊടുത്തതിന് ശേഷം വേണം ഉറങ്ങാനായിട്ട്. അതല്ലെങ്കിൽ ഇത് നമ്മൾ പലപ്പോഴും ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആമാശയം ആക്റ്റീവായിരിക്കുകയും നമ്മുടെ തലച്ചോറ് ആക്റ്റീവായിരിക്കുകയും നമ്മുടെ ആന്തരിക ഹൃദയം, വൃക്കകൾ മുതലായവ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയും വരാം. മാത്രമല്ല രാത്രി നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇവ ദഹിക്കുന്നതിന് മുൻപ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് രാത്രി നമുക്ക് നെഞ്ചരിച്ചിൽ, അസിഡിറ്റി പോലുള്ള ഗേർഡ് എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. ആമാശയത്തിലുള്ള ഫുഡ് പുളിച്ചിട്ട് തിരിച്ച് അന്നനാളത്തിലേക്ക് കയറി വരുന്ന ഒരവസ്ഥ ഒരുപാട് പേരിൽ രാത്രി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നെഞ്ചരിച്ചിലായിട്ട് ഉണരുന്നവരുണ്ട്. രാത്രി പലപ്പോഴും ചുമച്ച് ഉണർന്ന് ഈ കഫം പോലെ പത പോലുള്ള കഫം ഛർദ്ദിച്ച് അല്ലെങ്കിൽ ചുമച്ച് തുപ്പുന്ന ആൾക്കാരുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമയുണ്ട്. രാവിലെ ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് ഓർക്കാനും വരുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനെല്ലാം കാരണം രാത്രി ലേറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് അസിഡിറ്റിയും നെഞ്ചരിച്ചിലും ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് രാത്രി കഴിക്കാൻ പാടില്ലാത്ത 10 തരം ഫുഡുകൾ ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം വൈകുന്നേരങ്ങളിൽ ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ കുട്ടികൾക്ക് പോലും രാത്രി ഐസ്ക്രീം കൊടുക്കുന്ന ഫാമിലീസ് ഉണ്ട് അല്ലേ? ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇത് നമ്മുടെ രക്തത്തിലുള്ള ഇൻസുലിനെ വളരെയധികം ലെവൽ ഉയർത്തുന്നു. അതായത് ഷുഗർ ലെവൽ ഉയരുന്നതിൻ്റെ ഒപ്പം തന്നെ ഇൻസുലിൻ ലെവലും ഉയരുന്നു. രക്തത്തിൽ ഇൻസുലിൻ ലെവൽ ഉയർന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ രാത്രി ഏറെ വൈകുന്നവരെ നമ്മുടെ മെറ്റബോളിസം ആക്റ്റീവ് ആക്കി നിർത്തും. പലപ്പോഴും നമ്മുടെ കരളിന് അമിതമായിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. നമ്മുടെ തലച്ചോറിന് അമിതമായിട്ട് വർക്ക് ചെയ്യണം. രക്തത്തിൽ കൂടുതൽ ഊർജ്ജമുള്ളതിനെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ശ്രമം നമ്മുടെ വൃക്കകളും കരളും തലച്ചോറും ഹൃദയവും എല്ലാം തുടർച്ചയായിട്ട് നിർവഹിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മൾ പകൽ ഐസ്ക്രീം കഴിച്ചാൽ പകൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തത്തിൽ ഉയരുന്ന ഈ ഒരു ഊർജ്ജം, കാലറി നമ്മുടെ ശരീരത്തിൽ കൺവേർട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ചെയ്യും. എന്നാൽ രാത്രികളിൽ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ തന്നെ ഇവയെ മെറ്റബോളൈസ് ചെയ്ത് മാറ്റേണ്ട ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ കഴിയുന്നത്ര 6 മണിക്ക് മുൻപ് കഴിച്ച് അവസാനിപ്പിക്കുക. 6 മണി കഴിഞ്ഞിട്ട് ഐസ്ക്രീം എടുക്കാതിരിക്കുക. ഇനി രണ്ടാമത്തത്, രാത്രി ഒരു 7 മണി കഴിഞ്ഞാൽ നിങ്ങൾ കഴിയുന്നത്ര സിട്രസ് ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് നാരങ്ങ, മുന്തിരി, ഓറഞ്ച്, മൊസമ്പി, പൈനാപ്പിൾ പോലുള്ളവ ഒഴിവാക്കി പോകണം. ഇതിൻ്റെ കാരണം 2ആണ്. ഒന്ന്, ഇവ വളരെയധികം അസിഡിറ്റി ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സ് ആണ്. ഈ നമ്മളൊക്കെ പലപ്പോഴും രാത്രി ഈ അസിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ രാത്രി നമുക്ക് പലപ്പോഴും ദഹനക്കേട്, പുളിച്ചു തേട്ടൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേർഡ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രി കഴിയുന്നത്ര ഇത്തരം ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഓറഞ്ച് ജ്യൂസ് പോലുള്ളവ രാത്രി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിട്രസ് ഫ്രൂട്ട്സിനകത്ത് ടിറാമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ഈ ടൈറാമിൻ്റെ പ്രത്യേകത, നമ്മൾ രാത്രി ടൈറാമിൻ ചേർന്നിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ തലച്ചോറിനെ ആക്റ്റീവാക്കി നിർത്തുകയും നമ്മുടെ തലച്ചോറിൽ നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കുകയും ചെയ്യും. പലപ്പോഴും ഈ നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ ബ്രെയിനിനെ കൂടുതൽ എനർജൈസ് ചെയ്യുന്നതിനും ആക്റ്റീവ് ആക്കുന്നതിനും കാരണമാകും.
പലപ്പോഴും നമ്മൾ പകൽ സമയത്ത് ഞാൻ ഈ പറഞ്ഞ നാരങ്ങ വെള്ളമോ ഓറഞ്ചോ പൈനാപ്പിളോ എല്ലാം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഉന്മേഷം ഫീൽ ചെയ്യുന്നതിന് കാരണം ഈ നോറെപ്പിനെഫ്രിൻ്റെ പ്രൊഡക്ഷനാണ്. രാത്രി ഒരു 7 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ടൈറാമിൻ നമ്മുടെ നോറെപ്പിനെഫ്രിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുകയും നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് രാത്രി ഒരു 7 മണിക്ക് ശേഷം ഈ ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറയുന്നത്. ഇതേ പ്രോബ്ലം തന്നെ ടൊമാറ്റോയ്ക്കും പലപ്പോഴും ടൊമാറ്റോ സോസിനകത്തുമുണ്ട്. ടൊമാറ്റോയ്ക്കകത്ത് താരതമ്യേന ഉയർന്ന അളവിൽ ടൈറാമിൻ അടങ്ങിയിട്ടുണ്ട്. ടൊമാറ്റോ കൊണ്ടുണ്ടാക്കുന്ന ടൊമാറ്റോ സോസിൻ്റെയും പ്രശ്നം അതാണ്. ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് ഒന്ന് അതിനകത്ത് ഫൈബർ ഇല്ല, രണ്ടാമത്തത് അതിനകത്ത് സ്പൈസസും അത്യാവശ്യം മധുരവുമുണ്ട്. ഈ കോമ്പിനേഷൻ ഡെഫിനറ്റ്ലി നമ്മുടെ ഉറക്കം തടസ്സപ്പെടുത്താൻ കാരണമാകും. ഇനി രാത്രി ഒഴിവാക്കേണ്ട 4ാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചീസാണ്. ചീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ പാലിനകത്തുള്ള പ്രോട്ടീൻ ഘടകങ്ങൾ വേർതിരിച്ച് സൂക്ഷിച്ചിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ചീസ് നമ്മൾ ലോങ് ടേം യൂസ് ചെയ്ത് ഇത് നമുക്ക് ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചീസ് നമ്മൾ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ചീസിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ടൈറാമിൻ്റെ അളവ് വളരെ ഉയർന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവായിട്ട് ആക്കുകയും നമുക്ക് ഉറക്കം പലപ്പോഴും ഒരു ഡിസ്റ്റർബ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ചീസ് കഴിക്കാൻ നല്ലത് പകൽ സമയങ്ങളിലാണ് ഫുഡ് ചേർത്ത് കഴിക്കുന്നതിന് ഏറ്റവും നല്ലത്. പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡുകൾക്കകത്ത് ചീസിൻ്റെ സ്ലൈസസ് പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഈ ഫാസ്റ്റ് ഫുഡ്സ് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ രാത്രി കഴിച്ചാലുണ്ടാകുന്ന ഈ ചീസിൻ്റെ ഉപയോഗം കൂടെയാണ്. ഇനി വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളാണ് വൈന്, ബിയർ, മദ്യം പോലുള്ള ബിവറേജസ്. ഇത് കേൾക്കുമ്പോൾ പലരും അത്ഭുതത്തോടുകൂടി വിചാരിക്കും വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമല്ലേ അത്യാവശ്യം എല്ലാവരും 2 എണ്ണം കഴിക്കുന്നതെന്ന്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ മദ്യം കഴിക്കുമ്പോൾ, വൈകുന്നേരങ്ങളിൽ രാത്രി മദ്യം കഴിക്കുമ്പോൾ ഇത് നമ്മുടെ തലച്ചോറിനെ പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ കാരണം മദ്യത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ടൈറാമിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ടൈറാമിൻ അടങ്ങിയിട്ടുള്ളത്. ടൈറാമിൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലച്ചോറിൽ ഈ നോറെപ്പിനെഫ്രിൻ്റെ ആക്ടിവിറ്റി കൂട്ടും. പലപ്പോഴും മദ്യം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് എനർജി കയറുന്ന പോലെയും നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നൊരു തോന്നത്തിലൊക്കെ വരത്തില്ലേ. ഇതിനെല്ലാം കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ടൈറാമിനാണ്. ഇത് നമ്മുടെ തലച്ചോറിനെ വല്ലാണ്ട് ആക്റ്റീവാക്കുകയും നമുക്ക് ഉറക്കം കുറയാൻ കാരണമാകുകയും ചെയ്യും. രണ്ടാമത്തെ പ്രോബ്ലം, ഇത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, അതായത് ഉറക്കത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ നശിപ്പിക്കും. പലരും ശരിയായിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്ന് കരുതിയിട്ട് മദ്യം കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. രാത്രി കിടക്കുന്നതിന് മുൻപ് മദ്യം കഴിക്കും. ഇത് അവരെ പലപ്പോഴും ഉറങ്ങാൻ സഹായിക്കുന്നതായിട്ട് ഇവർ വിശ്വസിക്കാറുമുണ്ട്. എന്നാൽ മദ്യം കുടിച്ചിട്ട് ഉറങ്ങുന്നവരുടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അവരെ തന്നെ കാണിക്കുക. അവർ ഉറങ്ങുകയല്ല, മയങ്ങുക, അതായത് നമ്മളൊരു പലപ്പോഴും ബോധം കെടുന്നത് പോലെ കിടക്കുന്നതാണ്, ഒരു അബോധാവസ്ഥയിലേക്ക് പോകുന്നതാണെന്ന് മനസ്സിലാകും. അത് ഒരിക്കലും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഉറക്കമല്ല. ഇതിൻ്റെ അപകടങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് രാത്രി എടുക്കുന്ന മദ്യം ശരീരത്തിന് കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും. ശരീരത്തിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് ഒട്ടും ഗുണകരമല്ല. നമ്മുടെ മസിലുകൾ വലിഞ്ഞു മുറുകുന്നതിനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അൺറിഫ്രഷ്ഡ്, അതായത് വളരെ ഉന്മേഷമില്ലാതെ ഉണരുന്നതിന് കാരണമാകുകയും ചെയ്യും. രണ്ടാമത്തത്, രാത്രികളിൽ മദ്യം എടുക്കുന്നത് കൂർക്കമ്പലി ഉണ്ടാക്കാൻ കാരണമാകും. നിങ്ങൾക്കറിയാം, നമുക്ക് തുടർച്ചയായിട്ട് കൂർക്കമ്പലി ഉണ്ടാകുന്നത് നമുക്ക് ഒന്ന് വണ്ണം വയ്ക്കുന്നതിന് കാരണമാകും, BP വേരിയേഷൻ വരും, ഹൃദയത്തിന് നല്ലതല്ല, രക്തത്തിൽ ഷുഗർ ലെവൽ ഉയരാം, കൊളസ്ട്രോൾ കൂടാം, ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. കൂടാതെ മദ്യം എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിലേക്ക് എത്തുന്ന, അനാവശ്യമായിട്ട് എത്തുന്ന ഉയർന്ന ഊർജ്ജമുള്ള ഡ്രിങ്കുകളാണ്. ഇത്തരത്തിൽ ഉയർന്ന കാലറി ഡ്രിങ്കുകൾ നമുക്ക് വണ്ണം വയ്ക്കുന്നതിന്, നമുക്ക് കൊഴുപ്പ് പോലുള്ള അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ രാത്രി ഒരു 7 മണിക്ക് ശേഷം വൈൻ ആയിക്കോട്ടെ, ബിയർ ആയിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, കഴിയുന്നത്ര കഴിക്കുന്ന ഒരു രീതി പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി 7 മണിക്ക് ശേഷം ഒഴിവാക്കേണ്ട 6ാമത്തെ ഫുഡ് എന്ന് പറയുന്നത് കോഫി, ടീ, ഗ്രീൻ ടീ പോലുള്ളവയാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ചായയും കാപ്പിയും ഗ്രീൻ ടീയുമെല്ലാം. കാരണം ഇതിനകത്ത് അത്യാവശ്യം ഉയർന്ന അളവിൽ കഫീൻ അടങ്ങിയിട്ടുണ്ട്. ഈ കഫീൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലച്ചോറിനെ ആക്റ്റീവ് ആക്കും. നമ്മൾ വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷമൊക്കെ നമ്മൾ കാപ്പിയോ ചായയോ ഗ്രീൻ ടീയോ ഒക്കെ കുടിക്കുകയാണെങ്കിൽ അതിനുശേഷം ഒരുപാട് മണിക്കൂറുകൾ നമ്മുടെ തലച്ചോറ് ആക്റ്റീവ് ആയിരിക്കുന്നതിന് കാരണമാകും. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉറക്കം കുറയുന്നതിനും ഉറക്കം കിട്ടാതെ ഇരിക്കുന്ന, രാത്രി വളരെ ലേറ്റ് ആയിരുന്നാലും ഉറക്കം വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ രാത്രി ഒരു 7 മണിക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞ പാനീയങ്ങൾ ഒഴിവാക്കണം. ഇനി രാത്രി ഒഴിവാക്കേണ്ട 7ാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ബർഗേഴ്സ്,
പിസ്സ പോലുള്ള ബേക്കറിയിൽ നിന്നും വരുന്ന ട്രാൻസ് ഫാറ്റ് പോലുള്ള, അതായത് പേസ്ട്രി പോലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര രാത്രി 7 മണിക്ക് ശേഷം ഒഴിവാക്കുക. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്തരം ഭക്ഷണങ്ങൾക്കകത്ത് ഉയർന്ന അളവിൽ കാലറി അടങ്ങിയിട്ടുണ്ട്, കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഇവയെ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. പലപ്പോഴും നമ്മൾ രാത്രി ഈ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ കരൾ, നമ്മുടെ ആമാശയം ഇതെല്ലാം ആക്റ്റീവായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് ഉറക്കം ശരിയായിട്ട് കിട്ടത്തില്ല. പലപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നഷ്ടപ്പെടുന്നതിന് ഇത്തരം ഭക്ഷണങ്ങൾ കാരണമാകും. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഫുഡുകളെല്ലാം തന്നെ ഉയർന്ന കാലറി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പകല് നിങ്ങൾ അത്യാവശ്യം ഇവ കഴിച്ചിരുന്നാൽ നമ്മുടെ ശരീരത്തിന് എനർജി ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കും. എന്നാൽ നമ്മൾ രാത്രി ഇത് കഴിച്ചിട്ട് കിടക്കുന്ന ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഊർജ്ജ ഉപഭോഗം കുറയുകയും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വണ്ണം വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്നതിനോ എല്ലാം ഈ ഫുഡ് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് 7 മണിക്ക് ശേഷം ഈ ഫുഡുകളുടെ ഉപയോഗം ഒഴിവാക്കണം. ഇനി രാത്രി ഒഴിവാക്കേണ്ട 8ാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് സ്പൈസസ് ആണ്. നമ്മൾ 7 മണിക്ക് ശേഷം ഈ രാത്രി നമ്മൾ മുളക് ചേർത്തിട്ടുള്ളതോ അല്ലെങ്കിൽ കുരുമുളക്, പെപ്പർ ചേർത്തിട്ടുള്ള ഫുഡുകളോ കഴിച്ചാൽ ഇവ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കും. നിങ്ങൾക്കറിയാം, പലപ്പോഴും എരിവ് ചേർന്ന ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വേർക്കുന്നത് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഈ വേർക്കുന്നതിന് കാരണം നമ്മൾ ഈ എരിവ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ടെമ്പറേച്ചർ 1-2 ഡിഗ്രി ശരീരത്തിലൊന്ന് ഉയർത്തുകയും ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ വേർക്കുന്നത്. പലപ്പോഴും രാത്രി നമ്മൾ എരിവ് കൂടുതലുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരം കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നതിനും ഉറക്കം കുറയുന്നതിനും കാരണമാകും. രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. എപ്പോഴും നമ്മൾ ഒരു സുഖകരമായിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിനെക്കാട്ടി നമ്മുടെ ശരീരത്തിന് ഒരു 1-2 ഡിഗ്രി ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നാൽ നമുക്ക് സുഖകരമായ ഉറക്കം കിട്ടും. അതുകൊണ്ടാണ് പലപ്പോഴും രാത്രി കിടക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് മേല് കുളിച്ചിട്ട് കിടക്കണം, നമുക്ക് സുഖകരമായിട്ട് ഉറക്കം കിട്ടും, ശരീരം ഒന്ന് തണുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഉയർന്ന എരിവുള്ള ഫുഡ് കഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ കൂടി നിൽക്കുകയും നമുക്കൊരു രാത്രി ഒരു ഉഷ്ണം അനുഭവപ്പെടുകയും ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുകയും ചെയ്യും. ഇനി രാത്രി 7 മണിക്ക് ശേഷം ഒഴിവാക്കേണ്ട 9ാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ്, പോർക്ക്, മട്ടൺ, താറാവിറച്ചി പോലുള്ള നമ്മുടെ നാട്ടിൽ നമ്മൾ രാത്രികളിൽ ഫാസ്റ്റ് ഫുഡ് കടകളിൽ നിന്നും കോമൺ ആയിട്ട് വാങ്ങിക്കഴിക്കുന്ന ഫുഡുകളാണ്. ഇവയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവയ്ക്കകത്ത്, പ്രത്യേകിച്ച് റെഡ് മീറ്റിനകത്ത് ഉയർന്ന അളവിൽ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്, കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. രാത്രി നമ്മൾ ഇവ കഴിക്കുന്ന സമയത്ത് ഒന്ന് ഇവ ദഹിപ്പിക്കുന്നതിന് നമ്മുടെ ശരീരത്തിന് സമയം കൂടുതലെടുക്കും. രണ്ടാമത്തെ പ്രോബ്ലം, ഇവ നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഒന്ന് ഹൈ പ്രോട്ടീൻ ഹൈ ഫാറ്റിൻ്റെ കോമ്പിനേഷൻ നമ്മുടെ തലച്ചോറിൽ സിറോട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നൈറ്റ് നമ്മുടെ മൂഡ് ഡിസ്റ്റർബ്ഡ് ആകുന്നതിനും നമുക്ക് ശരിയായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഉറക്കം കിട്ടുന്നതിനും തടസ്സമാകും. മാത്രമല്ല രാത്രി നമ്മൾ ഇത്തരത്തിൽ റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും. ഇനി രാത്രി 7 മണിക്ക് ശേഷം ഒഴിവാക്കേണ്ടത് ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ്. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും വെള്ളം കുടിക്കുന്നത് നല്ലതല്ലേ ഡോക്ടറെ, വെള്ളം കുടിക്കാൻ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ മനസ്സിലാക്കുക, രാത്രി ഒരു 7 മണിക്ക് ശേഷം നമ്മൾ ചെറിയ അളവിൽ വെള്ളം കുടിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ ഉയർന്ന അളവിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് പലതവണ മൂത്രമൊഴിക്കാനായിട്ട് എഴുന്നേൽക്കുന്ന ഒരു ശീലം വരും. രാത്രി പലപ്പോഴും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു സ്ലീപ്പ് ആദ്യത്തെ ഒരു കുറച്ച് മണിക്കൂർ, ഒരു 4-5 മണിക്കൂർ സുഖകരമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഇടയ്ക്ക് ഒരു തവണ ഉണർന്ന് ഒന്ന് മൂത്രശങ്ക തീർത്തതിന് ശേഷം തിരിച്ചു വന്നാലും പ്രോബ്ലം ഇല്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 തവണ തുടർച്ചയായിട്ട് ഉണർന്ന് എഴുന്നേറ്റ് പോയി വരുന്നത് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാക്കാനും പലപ്പോഴും രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കുന്നതിന് തടസ്സമാകാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം. കഴിയുന്നത്ര 7 മണിക്ക് മുൻപ് അത് അവസാനിപ്പിക്കുക. 7 മണിക്ക് ശേഷം നിങ്ങൾ 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതിയാകും. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കത്തില്ല. മാത്രമല്ല പലപ്പോഴും രാത്രി പുരുഷന്മാരിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് പ്രശ്നം പലർക്കും വീക്കം വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരക്കാർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം, രാത്രി പലപ്പോഴും ഒരു 2-3 തവണ ഇടയ്ക്ക് ഉണർന്നേറ്റ് മൂത്രമൊഴിക്കാൻ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇത്തരക്കാർ കൂടുതൽ വെള്ളം കുടിച്ചാലുള്ള ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഉറക്കം തന്നെ കംപ്ലീറ്റ് താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് രാത്രി 7 മണിക്ക് ശേഷം അധികം വെള്ളം കുടിക്കേണ്ട എന്ന് പറഞ്ഞത്. ഇത് പറയുന്ന കേൾക്കുമ്പോൾ പലർക്കും ഇപ്പോൾ തോന്നുന്നു ഡോക്ടറെ കഴിക്കരുതെന്ന് പറഞ്ഞ ഫുഡ് മനസ്സിലായി, എന്നാൽ രാത്രി പലപ്പോഴും ഒരു 7 മണിക്ക് മുമ്പ് ഫുഡ് കഴിച്ചിരുന്നാലും 10 മണിയെ കഴിയുമ്പോൾ ചെറിയ വിശപ്പ് തോന്നും. അപ്പോൾ എന്ത് ചെയ്യും? വിശന്ന് കിടന്നാൽ പലപ്പോഴും ഉറക്കം വരത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത്തരക്കാർക്ക് കഴിക്കാനായിട്ട് ഞാൻ ചില 2-3 ഫുഡുകൾ വിശദീകരിക്കാം. ഇത്തരം ഫുഡുകൾ എളുപ്പത്തിൽ ദഹിക്കുന്നതുമാകണം, നമുക്ക് സുഖകരമായിട്ട് ഉറക്കം നൽകാൻ സഹായിക്കുന്നതുമാകണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രൂട്ട്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സിട്രസ് അല്ലാത്ത ഫ്രൂട്ട്സ്
നിങ്ങൾക്ക് രാത്രി കഴിക്കാം. കാരണം പഴവർഗ്ഗങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ട്സിന് ദഹിക്കുന്നതിന് പരമാവധി ഒരു 25 മുതൽ 40 മിനിറ്റ് സമയം മതിയാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വയറ് നിറയല്ല ചെറിയ അളവിൽ ആ വിശപ്പ് മാറാൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ദഹിക്കുകയും ചെയ്യും, സുഖകരമായിട്ട് ഉറങ്ങാനും സാധിക്കും. രണ്ടാമത്തത് പുഴുങ്ങിയ മുട്ടയാണ്. പുഴുങ്ങിയ മുട്ടയ്ക്കകത്തുള്ളത് നമുക്ക് ഈസിലി ദഹിക്കാവുന്ന പ്രോട്ടീൻസ് ഉണ്ട്, ചെറിയ അളവിലുള്ള ഫാറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മുട്ട പുഴുങ്ങി കഴിച്ചാൽ ഇത് ദഹിക്കാൻ ഏകദേശം 50 മിനിറ്റ് സമയമെടുക്കും. നിങ്ങൾക്കിത് അത് കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം. അതേപോലെ തന്നെ നട്ട്സ് നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കപ്പലണ്ടിയോ ഇല്ലെങ്കിൽ ബദാമോ വാൽനട്ടോ ചെറിയ അളവിൽ കാഷ്യൂനട്ടോ എല്ലാം നിങ്ങൾക്ക് രാത്രി കഴിക്കാം. ഇവ ദഹിക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ സമയം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വരത്തുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെറുചൂട് പാല് രാത്രി കഴിക്കുന്നത് നല്ലതാണ്. സുഖകരമായിട്ടുള്ള ഉറക്കത്തിന് ചെറുചൂട് പാല് 1 ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇതിന് കാരണം എന്ന് പറയുന്നത് പാലിനകത്ത് അടങ്ങിയിട്ടുള്ള ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് നമ്മുടെ തലച്ചോറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമുക്ക് ഉറക്കം കൂടുതൽ പെട്ടെന്ന് കിട്ടുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ചെറുചൂട് പാല് കുടിക്കുന്നത് ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ്. ഞാനീ പറഞ്ഞ ഫുഡുകളല്ലാതെ രാത്രികളിൽ കഴിയുന്നത്ര നിങ്ങളൊരു 7 മണിക്ക് ശേഷം മറ്റ് ഫുഡുകളുടെ ഉപയോഗം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡുകൾ നിങ്ങളൊരു 7-7:30 മുൻപ് കഴിക്കുക. അതിനുശേഷം കഴിയുന്നത്ര വയറിന് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നതാണ്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ശീലമാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.